നമസ്കാരം, ഞാൻ ഷാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല കലക്കനൊരു ചെമ്മീൻ ബിരിയാണിയാണ്. നമ്മൾ ദമ്മൊക്കെ വെച്ചിട്ട് നല്ല സ്ലോ ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന നല്ല രസികനൊരു ബിരിയാണി. വളരെ കുറച്ച് സ്റ്റെപ്സേ ഉള്ളൂ ഇത് ചെയ്യാനായിട്ട്. ബട്ട് ഇത് ഇത്തിരി സമയമെടുക്കും. ഇത്തിരി സമയമെടുത്ത് നമ്മൾ ചെയ്താലും ഇതിൻ്റെ റിസൾട്ട് നല്ല കിഡിലനായിരിക്കും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് ബാസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 750 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറിയ സ്ലൈസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട്. പുതിനയിലയും മല്ലിയിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് തൈര് വേണം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് മതിയാവും. ഒരു നാരങ്ങയുടെ നീര് വേണം. പിന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് നമ്മുടെ സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ബിരിയാണി മസാല. എന്തൊക്കെയാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തതെന്ന് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ അതല്ലാണ്ട് പിന്നെ നമുക്ക് ചോറ് വേവിക്കാനായിട്ട് 2 ബേ ലീഫ് വേണം, 2 കഷ്ണം പട്ട, 4 ഗ്രാമ്പൂ, 4 ഏലക്കായ, 1 സ്റ്റാർ അനീസ്. ഇത്രയും വേണം നമുക്ക് ചോറ് വേവിക്കാനായിട്ട് ഇടാനുള്ള സ്പൈസസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് യെല്ലോ കളർ ഇതിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പൈസസ്. ഞാനിതിലൊരു 4 പട്ട, 5 ഗ്രാമ്പൂ, 5 ഏലക്കായ, 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ഷാഹി ജീര, ഇല്ലെങ്കിൽ നോർമൽ ജീരകമായാലും മതി, 1 സ്റ്റാർ അനീസ്. ഇത്രയും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് ഒരു ലോ ഫ്ലെയിമിൽ എണ്ണയൊന്നും ഒഴിക്കാതെ ഒരു 3 മിനിറ്റ് ഞാനിത് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒരു മിക്സി ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മസാല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മസാലയൊന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ ഫ്രഷായിട്ട് നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ബിരിയാണിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ നല്ലൊരു മണം വരും നമുക്ക് ഈ ബിരിയാണി മസാലയുടെ. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സവാളയൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനൊരു പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിതിൽ സവാളയൊന്നും വഴറ്റിയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ട് ഈ വറുത്ത സവാളയാണ് നമ്മൾ ഇതിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഈ ചെമ്മീൻ വേവിച്ചെടുക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെല്ലാം നമ്മൾ ഇതിലിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ സവാളയൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സവാളയൊക്കെ ഞാനൊരു കിച്ചൺ ടിഷ്യൂയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രോൺസ് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രോൺസിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കണം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഈ മുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ബിരിയാണി മസാല ചേർക്കാം. കുറച്ച് മസാല ബാക്കി വെക്കുക കേട്ടോ. അത് നമ്മൾ മേലെ ദം വയ്ക്കുമ്പോൾ യൂസ് ചെയ്യാനാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയിലും കുറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പച്ചമുളകും ചേർക്കാം കേട്ടോ. ഞാനിതിൽ പച്ചമുളക് ഇടുന്നില്ല. ഇനി ഒരു 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചേർക്കുന്നുണ്ട്. ഇത് ഞാൻ ചതച്ചാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പേസ്റ്റ് വേണമെങ്കിലും ചേർക്കാമേ. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് പൊടിച്ച് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മളിതിൽ സവാളയൊന്നും വഴറ്റി ചേർക്കുന്നില്ല. നമ്മൾ ഈ ഫ്രൈഡ് ഓനിയനാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെയും 1/4 ഭാഗം ഇതിൽ ചേർക്കാം. ഇപ്പം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുകയാണ്.
ഒരു നാരങ്ങയുടെ പകുതി നീര് നമ്മൾ ചേർക്കുകയാണ്. പകുതി നാരങ്ങയുടെ നീര് ചേർക്കണ്ടേ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ മസാലയും ഫ്രൈഡ് ഓനിയനും ഒക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്നത് പോലെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല നല്ലതുപോലെ ഒന്ന് പിടിക്കണം. ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇതിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് തൈരിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം. 1/2 കപ്പ് വരെ തൈര് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു അരമണിക്കൂർ ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ നമുക്ക് വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ബേ ലീഫ് ഇട്ടിട്ടുണ്ട്. ഒരു 4 പട്ട, 4 ഏലക്ക, സ്റ്റാർ അനീസ് ഒരെണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും ഗ്രാമ്പൂവും ചേർക്കണ്ടേ. ഇനി നമ്മൾ പൊടിച്ച ആ ഒരു മിക്സിയിൽ, നമ്മുടെ ബിരിയാണി മസാല പൊടിച്ച മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ചോറ് വേവിക്കുമ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. നമ്മൾ ഒട്ടും മസാല വേസ്റ്റ് ചെയ്തത് മാതിരി ആവില്ല. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയിലയും മല്ലിയിലയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണേ. ചോറൊന്നും ഒന്നിലൊട്ടാതെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ ഒഴിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണേ. ഇപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും ഈ ചോറിങ്ങനെ വേവിക്കുമ്പം വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒരു ഇച്ചിരി കൂടിയിരിക്കണം. അങ്ങനെയുള്ളപ്പോഴേ നമുക്ക് ചോറ് കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി പകുതി നാരങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ വേണം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഈ ബാസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ റൈസ് ഈ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് മൂടി വെച്ചല്ല വേവിക്കുന്നത്. ഇത് മുഴുവനായിട്ടും വേവിച്ചെടുക്കുന്നില്ല. ഒരു 50% വെന്താൽ മതിയാവും കേട്ടോ. ഒരു പകുതി വേവ് ആവുന്നത് വരെ ഇതൊന്ന് വേവിച്ചാൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ബാസ്മതി റൈസൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് കൊണ്ട് നമുക്കിത് പകുതി വെന്ത് കിട്ടും. ഇനി നമുക്കിതൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചോറ് മാത്രം മാറ്റി വയ്ക്കാം. ബിരിയാണി തയ്യാറാക്കുന്നതിനായി നമ്മൾ സവാള വറുത്ത അതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എണ്ണയൊന്ന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലെയർ. ഇതിൻ്റെ മസാലയെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയാണ് നമ്മുടെ ബിരിയാണിയുടെ മെയിൻ ടേസ്റ്റ് തരുന്നത്. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഒന്ന് വേവിച്ച് അല്ലെങ്കിൽ വഴട്ടിയെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ദം ചെയ്യുന്നത്. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ അങ്ങനെയും ചേർത്ത് കൊടുക്കുകയാണേ. ഇതിപ്പോൾ ആദ്യത്തെ ലെയർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയൊന്നും ഒട്ടും വേസ്റ്റ് ആക്കാണ്ട് എല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം അത്ര ഒരു റിച്ച് സ്മെല്ലാണ് നമുക്ക് ഈ മസാല തരുന്നത്. ടേസ്റ്റും അതേപോലെയാണേ. ഇനി നമുക്ക് അടുത്ത ലെയർ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പകുതിയെ വേവിക്കാൻ പാടുള്ളൂ. പകുതി വെന്ത ചോറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇത് വേവിച്ചതുകൊണ്ട്
ഈ ചോറ് ഒന്നിലൊക്കെ ഒട്ടാതെ കിട്ടിയിട്ടുണ്ട്, പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോറും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്യണം. ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓനിയൻ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കിയുള്ളതൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊന്ന് പൊടിച്ചിട്ട് നമ്മളുടെ ഈ വറുത്ത സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൻ്റെ 1/4 ഭാഗവും മാരിനേറ്റ് ചെയ്ത പ്രോൺസിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത സവാളയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ 1 പിഞ്ച് യെല്ലോ ഫുഡ് കളർ വെള്ളത്തിൽ 1 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഫുഡ് കളർ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഫുഡ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമപ്പൂ വേണമെങ്കിൽ കുറച്ച് പാലിൽ ചേർത്ത് മിക്സ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിൽ 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും നമുക്ക് യെല്ലോ കളർ കിട്ടും. ഇതൊന്നും ചേർത്തില്ലെങ്കിലും പ്രശ്നമില്ല. ഇനി നമുക്ക് ബാക്കി നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കൂടെ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയോട് ഇങ്ങനെ ദമ്മിലിരുന്ന് വേവുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ആദ്യം നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ കുറച്ച് ബിരിയാണി മസാല, നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ബിരിയാണി മസാലയിൽ നിന്ന് ബാക്കിയുള്ളതും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കണേ. ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് സിമ്മിൽ വെച്ചിട്ട് ഏകദേശം ഒരു 8 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ വീണ്ടും വേവിച്ചെടുക്കണേ. ഇതിപ്പോൾ വീണ്ടും ഒരു 8 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് ഇതങ്ങനെ വയ്ക്കണം. നമ്മൾ തൊടാനേ പാടില്ല ഒരു 5 മിനിറ്റത്തേക്ക്. ഇപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വീട് മുഴുവൻ വരുന്നുണ്ട് ഈ ബിരിയാണിയുടെ. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ വെന്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. നിങ്ങൾക്ക് ഈ ഒരു ബിരിയാണി നല്ല വൈറ്റ് കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിന് മേലെയുള്ള താഴത്തെ ലെയർ മാറ്റിയിട്ട് മേലെയുള്ള ചോറ് മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് മിക്സ് ചെയ്യാതെ നമ്മൾ ചോറ് പാത്രത്തിലേക്ക് വിളമ്പുമ്പോൾ മാത്രം ആദ്യം ഒരു ലെയർ ചെമ്മീൻ വെച്ചിട്ട് അതിൻ്റെ മേലെ ചോറ് വെച്ച് കൊടുക്കാം. ഇല്ല നിങ്ങൾക്ക് ഇതിൻ്റെ കളറ് പ്രശ്നമല്ല, ഇത് ഏത് കളറിലിരുന്നാലും പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കാര്യം ചില ആൾക്കാർക്ക് നമ്മുടെ ബിരിയാണി നല്ല വൈറ്റ് കളറിലിരിക്കുന്നതാണ് ഇഷ്ടം. ഇത് അങ്ങനെയും ചെയ്തെടുക്കാമേ. ഞാനിപ്പോൾ എന്തായാലും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ചോറൊന്നും ഉടയാണ്ട് ശ്രദ്ധിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചോറ് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു 8 മിനിറ്റ് അടുത്ത് ദമ്മ് വെച്ചിട്ടുണ്ടായിരുന്നു. സിമ്മിൽ വെച്ചാലും മതിയാവും അത്. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. ഇപ്പം നമ്മുടെ ചെമ്മീനൊക്കെ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ചോറും പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നിൽ തൊടാതെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഗസ്റ്റൊക്കെ വരുമ്പം ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും ഇല്ലെങ്കിലും എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളൊരു കമൻറ്റ് ഇടുക. ഇഷ്ടമായാലും ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയട്ടോ. ഇഷ്ടമായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ കുറച്ചുകൂടെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് പിന്നെയും കാണാം.